ഏതൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയാലും കിട്ടാത്തൊരു രുചിയുണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറി. അതൊരു വല്ലാത്ത ടേസ്റ്റ് ആണല്ലേ? ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. ചുമ്മാ പറയില്ലേന്ന്. പക്ഷെ ഇത്തവണ നാട്ടിൽ പോയി അത് കഴിച്ചപ്പോഴാണ് കേട്ടോ ആൾക്കും അതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. എങ്കിൽ പിന്നെ ഇന്ന് ഡിന്നറിന് അതുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ആളുടെ ഒറ്റ കണ്ടീഷൻ ഉള്ളായിരുന്നു, ആ ടേസ്റ്റിന് ഒട്ടും കുറവ് വരില്ലേ എന്ന്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകൊക്കെ വറുത്തതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇതാ മെയിൻ ഐറ്റം ആയിട്ടുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അങ്ങനെ പെരിഞ്ചീരകം കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് ഒണിയൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് ക്യാരമലൈസ്ഡ് ആകാൻ വെയിറ്റ് ചെയ്യുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒരു സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തിളയ്ക്കാൻ വിടുക. പിന്നെ തള വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ, കറി സെറ്റാണ്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന മുട്ടക്കറിയുടെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഹോട്ടലും ആഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത മാജിക്കല്ലേ. എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. ഈ ഒരു ഓണിയൻ ക്യാരമലൈസ്ഡ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഈ ഒരു ഓണിയൻ കട്ട് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്താണെങ്കിലും എൻ്റെ മുട്ടക്കറി റെഡിയായി. നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ അത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മുട്ടക്കറിയുടെ നല്ല ചൂട് പൊറോട്ട, അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ. എല്ലാവർക്കും ബൈ.